ഒമാനിലെ സ്റ്റാർ ഷെഫിനെ കണ്ടെത്താനായുള്ള മീഡിയ വൺ ലുലു സ്റ്റാർ ഷെഫിന്റെ സുൽത്താനേറ്റിലെ രണ്ടാം വേദിയും പാചകപ്രേമികൾ ഏറ്റെടുത്തത് ഹൃദയം കൊണ്ടാണ്. റൂബി ലുലുവിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 50-ലേറെ പേരാണ് മാറ്റുരച്ചത്. സ്റ്റാർ ഷെഫിന്റെ ഭാഗമായി സെലിബ്രിറ്റി ഷെഫ് പിള്ളയുടെ ലൈവ് കുക്കിംഗും പരിപാടി കൂടുതൽ ആകർഷകമാക്കി. ഒമാനിലെ സോഹാർ ലുലുവിൽ സ്റ്റാർ ഷെഫിനെ കണ്ടെത്തിയാണ് മീഡിയ വൺ റൂവിലെത്തിയത്. സോഹാറിലെ പോലെ തന്നെ അതിഗംഭീര വരവേൽപ്പാണ് പാചകപ്രേമികൾ റൂവി ലുലുവിലും നൽകിയത്. വിവിധ വിഭാഗങ്ങളിലായി 50-ലധികം പേരാണ് പാചകകലയിൽ ഒമാനിലെ സ്റ്റാറാവാൻ മത്സരിച്ചത്. നിമിഷനേരങ്ങൾ കൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ പാചക വൈദഗ്ധ്യം പുറത്തെടുത്തത്. മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി കാണികളും കൂടെ കൂടി. പരിപാടി നല്ലതായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഫ്രണ്ടിന് മോനും ഉണ്ടായിരുന്നു. രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റി. സന്തോഷമുണ്ട്. It was very good and so good for the kids because they put in the competition and they show his best trying. സ്റ്റാർ ഷെഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഫിഷിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്തത്. പൊതുവെ നല്ല പാർട്ടിസിപ്പേഷൻ എല്ലാവരും നാട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. കുക്കിംഗ് കോമ്പറ്റീഷൻ കൂടാതെ വരയിലും കളറിംഗിലും കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്കായി ലിറ്റിൽ പിക്കാസോ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. It was very nice. നല്ലുണ്ടായിരുന്നു. ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു. ഞാൻ റിസൾട്ടിന് ഈഗറായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. It was so nice. I'm so happy to be part of that. സെലിബ്രിറ്റി ഷെഫായ ഷെഫ് പിള്ളയുടെ ലൈവ് കുക്കിംഗ് ആണ് കാണികളേറെ ആവേശത്തോടെ ഏറ്റെടുത്ത മറ്റൊന്ന്. ഇന്നലെ നമ്മൾ സൊഹാറിലായിരുന്നു. ഇപ്പോൾ റൂബിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ലുലു റൂബിയിലുണ്ടായിരിക്കുന്ന ഭയങ്കരമായ ഫാമിലീസിൻ്റെ കംപ്ലീറ്റ് ഒരു ഇൻവോൾവ്മെൻറ്റ്, വളരെ വാശിയേറിയ മത്സരം, കുട്ടികളുടെ മത്സരം, അവരെല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇത്ര ഓഡിയൻസിന് മുമ്പിൽ ഈ പരിപാടി നടത്തുമ്പം നമ്മളും അതേപോലെ ഓവർവെൽംഡ് ആവുകയാണ്. അപ്പം ഗംഭീരമായ ഒരു പരിപാടി. മീഡിയ വൺ, മസ്കത്ത്.